യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന 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 ആരാധന. കൈകൾ വീശി വന്ന് ചേർന്ന് ആരാധന 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 യേശുവേ ആരാധന 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 ആരാധന. എല്ലാവരും ചേർന്ന് ആരാധന 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 ആരാധന. ശ്രമയർത്തി ആരാധന 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 ആരാധന. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. സുസ്തി സ്വർലോകറാണി മാലാഖമാരുടെ റാണി നിന്നിൽ നിന്നാഗതമായി മണ്ണിൽ രക്ഷകദീപം. സുസ്തി സ്വർലോകറാണി മാലാഖമാരുടെ റാണി നിന്നിൽ നിന്നാഗതമായി മണ്ണിൽ രക്ഷകദീപം. സ്വസ്തി സ്വർലോകറാണി മാലാഖമാരുടെ റാണി നിന്നിൽ നിന്നാഗതമായി മണ്ണിൽ രക്ഷകദീപം. ജീവിത ആവശ്യങ്ങളെ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക.
ഒരുമിച്ച് പാടുക. ഒരുമിച്ച് പാടുക. ഹല്ലേലൂയ. കരുണയിൻ സാഗരമേ ശോകക്കൊടുമ്പയിലേറിടുമ്പോ, കരുണയിൻ സാഗരമേ ശോകക്കൊടുമ്പയിലേറിടുമ്പോ, മേഘത്തിൽ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താം. മേഘത്തിൽ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താം. കൃപയരുക കൃപയരുക അളവന്നെ പകർന്നിടുക. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുക. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുക. കരുണയിൻ സാഗരമേ ശോകക്കൊടുമ്പയിലേറിടുമ്പോ, കരുണയിൻ സാഗരമേ ശോകക്കൊടുമ്പയിലേറിടുമ്പോ, മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താൻ. മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താൻ. കൃപയരുക കൃപയരുക അളവന്നെ പകർന്നിടുക. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുക. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക. രോഗങ്ങൾ പീഡകളും നിന്ന പരിഹാസമേറിടുമ്പോ, രോഗങ്ങൾ പീഡകളും നിന്ന പരിഹാസമേറിടുമ്പോ, അമിതബലം അരുളി എന്നെ സാന്ത്വനമായി നടത്താൻ. അമിതബലം അരുളി എന്നെ സാന്ത്വനമായി നടത്താൻ. രോഗങ്ങൾ പീഡകളും നിന്ന പരിഹാസമേറിടുമ്പോ, രോഗങ്ങൾ പീഡകളും നിന്ന പരിഹാസമേറിടുമ്പോ, അമിതബലം അരുളി എന്നെ സാന്ത്വനമായി നടത്താൻ. അമിതബലം അരുളി എന്നെ സാന്ത്വനമായി നടത്താൻ. കൃപയരുക കൃപയരുക അളവന്നെ പകർന്നിടുക. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുക. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുക. കരുണയിൻ സാഗരമേ ശോകക്കൊടുമ്പയിലേറിടുമ്പോ, കരുണയിൻ സാഗരമേ ശോക
സാന്ത്വനമായി മേഘത്തിൻ തണലരുളി മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താൻ സാഗരമേ കരുണയിൻ സാഗരമേ ശോകക്കൊടുമ്പയിലേറിടുമ്പോൾ കരുണയിൻ സാഗരമേ ശോകക്കൊടുമ്പയിലേറിടുമ്പോൾ മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താൻ മേഘത്തിൻ തണലരുളി മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി രോഗങ്ങൾ പീഡകളിൽ രോഗങ്ങൾ പീഡകളും നിന്ദ പരിഹാസമേറിടുമ്പോ രോഗങ്ങൾ പീഡകളും നിന്ദ പരിഹാസമേറിടുമ്പോ അമിതബലം അരുളി എന്നെ സാന്ത്വനമായി നടത്താൻ അമിതബലം അരുളി എന്നെ സാന്ത്വനമായി നടത്താൻ രോഗങ്ങൾ പീഡകളിൽ രോഗങ്ങൾ പീഡകളും നിന്ദ പരിഹാസമേറിടുമ്പോ രോഗങ്ങൾ പീഡകളും നിന്ദ പരിഹാസമേറിടുമ്പോ അമിതബലം അരുളി എന്നെ സാന്ത്വനമായി അമിതബലം അരുളി എന്നെ സാന്ത്വനമായി നടത്താൻ രോഗങ്ങൾ പീഡകളിൽ രോഗങ്ങൾ പീഡകളും നിന്ദ പരിഹാസമേറിടുമ്പോ രോഗങ്ങൾ പീഡകളും നിന്ദ പരിഹാസമേറിടുമ്പോ അമിതബലം അരുളി എന്നെ സാന്ത്വനമായി നടത്താൻ അമിതബലം അരുളി എന്നെ സാന്ത്വനമായി നടത്താൻ കൃപയരുള കൃപയരുള അളവന്നെ പകർന്നിടുക ഈ ഭൂവിടൻ യാത്രയറിൽ ദൈവകൃപയരുള ഈ ഭൂവിടൻ യാത്രയറിൽ ദൈവകൃപയരുള ഹല്ലേലൂയ ക്രിസ്തുവിന്റെ വലിയ ശക്തി ദൈവത്തിന്റെ കൃപ
ഭാഷാപരത്തോടെ തൊലി ഉരിഞ്ഞു പോകുന്ന ഒരവസ്ഥ. അതായത് ഇങ്ങനെ തൊലി ഇങ്ങനെ അഴുകി അഴുകി വരും. ഒരു തൊലി അഴുകി കഴിയുമ്പോൾ വേറെ ഒരു തൊലി കാണും, അത് ഡാമേജ് ആകും. ഇങ്ങനെ ഒരു അവസ്ഥ. അതുപോലെ തന്നെ എല്ലിൽ നിന്ന് തൊലി വിട്ടുപോകുന്ന അവസ്ഥ, അകത്തെ മാംസം എല്ലിൽ നിന്ന് മാറിപ്പോകുന്ന അവസ്ഥ. ഗുരുതരമായ 2 രോഗങ്ങളെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ ചില ഇത്തിൽ കക്കയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു വരിപ്പ് കാണാം. കക്ക ഇങ്ങനെ വളർന്ന് 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 വന്നതിൻ്റെ വരിപ്പ് കാണാം. അതുപോലെ അസ്ഥി വളർച്ച മുരടിച്ചു പോയത്. അതിനൊക്കെ ഒത്തിരി കാൽഷ്യത്തിൻ്റെയൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് നമുക്കൊരു വ്യത്യാസം കാണുന്നില്ല. പല കാരണങ്ങൾ കൊണ്ടാകാം. പക്ഷേ ആ വ്യക്തിയെ അസ്ഥി വളർച്ച മുരടിച്ചു പോയ വ്യക്തിയെ കർത്താവ് സ്പർശിച്ച് സൗഖ്യത്തിലേക്ക് നയിക്കുന്നു. സുടലി ഈ ഭൂമിയിൽ യാത്രയിൽ ദൈവകൃപയരുൾക. ഈ ഭൂമിയിൽ യാത്രയിൽ ദൈവകൃപയരുൾക. നമ്മുടെ തണ്ടില്ലതിൽ നമ്മുടെ നട്ടലിൻ്റെ മൂട് ഭാഗമാണ് കാണിക്കുന്നത്. നട്ടലിൻ്റെ മൂട് ഭാഗം താഴേക്ക് വന്നിട്ട് പിന്നെ അത് വിട്ടുപോയിരിക്കുന്ന, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ശരിക്കും ഒരു ഇരുട്ട് പോലുള്ള അവസ്ഥയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൈവപരമായ അനാട്ടമിക്കലായിട്ട് പ്രോസസ്സെല്ലാം കുറഞ്ഞു വരുന്നു. അപ്പം മരവിക്കാനും സാധ്യതയുണ്ട്. മൂട് കഴപ്പുള്ളവർ, മൂട് മരവിക്കുന്നവർ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷത്തോടെ ഇരിക്കാം. കർത്താവിൻ്റെ വചനം കേൾക്കാം. കർത്താവിൻ്റെ ഇരിക്കുമ്പോഴും നിങ്ങൾ കർത്താവിൻ്റെ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ടിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കർത്താവേ, വചനം കേൾക്കുമ്പോൾ, വചനം ആര് എവിടെ ഇരുന്ന് എപ്പോൾ കേട്ടാലും ഉള്ളിൽ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവെ ഉണരണമേ, പരിശുദ്ധാത്മാവെ ജ്വലിക്കണമേ, പരിശുദ്ധാത്മാവെ ഈശോനോടുള്ള സ്നേഹം കൊണ്ടെന്നെ നിറക്കണമേ, പരിശുദ്ധാത്മാവെ ഈശോനുള്ള വിശ്വാസം കൊണ്ടെന്നെ നിറക്കണമേ. എവിടെ എപ്പോൾ ആര് വചനം കേട്ടാലും നമ്മുടെ ഉള്ളിൽ പ്രാർത്ഥിക്കണം. എന്ന് പറയണം, പരിശുദ്ധാത്മാവെ ഉണരണമേ. പ്രാർത്ഥിച്ചേ,
പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവെ ജ്വലിക്കണമേ. പരിശുദ്ധാത്മാവേ ജ്വലിക്കണമേ. പരിശുദ്ധാത്മാവെ ഈശോയോടുള്ള വിശ്വാസത്താൽ എന്നെ നിറക്കണമേ. പരിശുദ്ധാത്മാവേ ഈശോയോടുള്ള സ്നേഹത്താൽ എന്നെ നിറക്കണമേ. പരിശുദ്ധാത്മാവേ ഈശോനെ കുറിച്ച് കൂടുതൽ വെളിപാടുകള് വിജ്ഞാനങ്ങള് എനിക്ക് അഭിഷേകമായി നൽകണമേ. പരിശുദ്ധാത്മാവേ വചനം ദഹിച്ച് ആത്മീയ മനുഷ്യനെ വിരിഷ്ടമാക്കാൻ എന്നെ ഊട്ടി ഉറപ്പിക്കണമേ. എന്നെ ഊട്ടി ഉറപ്പിക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഒരുമിച്ച് പാടുക. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരിക വരിക ഞങ്ങളിൽ നീ. പരിശുദ്ധാത്മാവേ വരിക 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 ഞങ്ങളിൽ നീ. പരിശുദ്ധാത്മാവേ നമ്മളിൽ ദൈവസ്നേഹം എപ്പോഴും നിറഞ്ഞു കിടക്കണം. ഇപ്പം ഗർഭിണികളുടെ ഡോക്ടർ പറയത്തില്ലേ, ശ്രദ്ധിക്കണം, ഫ്ലൂയിഡ് കുറവാണെന്ന് പറയത്തില്ലേ, ഇല്ലേ? ഫ്ലൂയിഡ് കുറവാ. അപ്പം അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നേരത്തെ പ്രസവിക്കാൻ ഇടയാവും, ചിലപ്പോൾ നേരത്തെ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും. ഫ്ലൂയിഡിലല്ലേ കുഞ്ഞ് കിടക്കണത്. ഇതുപോലെ നിൻ്റെ ആത്മാവ് ദൈവസ്നേഹത്തിൽ മുങ്ങിക്കിടക്കണം. നിൻ്റെ ആത്മാവ് ദൈവസ്നേഹത്തിൽ മുങ്ങിക്കിടന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവത്തെ അത് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ദൈവത്തെ നീ മഹത്വപ്പെടുത്താൻ ഇടയായാൽ നമ്മൾ റോമാലേഖനത്തിലെ സ്തുതിയുടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 17:24 യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ പ്രാർത്ഥനാപുരം കേൾക്കുന്നു. 17-24 വാക്യം. പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ, ഒന്ന് പറഞ്ഞേ, ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങനെക്ക് മഹത്വം നൽകി. അപ്പം ദൈവം നമുക്ക് എന്താ തരണത്? മഹത്വം, ഇല്ലേ? ഇപ്പം സാക്ഷ്യം പറഞ്ഞ ആൾക്കാരുടെ ഒക്കെ എന്താ ചെയ്തത്? അവരൊക്കെ ദൈവം മഹത്വപ്പെടുത്തുകയാണ് ചെയ്തത്, ഇല്ലേ? സാക്ഷ്യം പറഞ്ഞ എല്ലാവരെയും, ഇപ്പോൾ ഒരു തുമ്മൽ മാറിയെന്ന് പറഞ്ഞില്ലേ, നിങ്ങളത് വിചാരിച്ച തുമ്മലല്ലേ, എന്താ കാര്യമെന്ന്. പക്ഷെ അതിൽ അലർജിയാണത്. അലർജി വിട്ടുമാറാത്ത അലർജിയാണ്. മരുന്ന് കഴിച്ചാലും ചില അലർജി മാറത്തില്ല. ഈശോ അപ്പം അത് നേരിട്ട് മാറ്റി കൈയടിച്ച് കിടത്താണ്. അപ്പം നമുക്ക് മഹത്വം ഉണ്ടായി, നമുക്ക് ആശ്വാസമുണ്ടായി. ഇതുപോലെ തന്നെ വിദ്യാഭ്യാസവും, ഇതുപോലെ തന്നെ വിവാഹവും, ഇതുപോലെ തന്നെ ജോലിയും എല്ലാം നമുക്ക് മഹത്വം ഉണ്ടാകുകയാണ്. അപ്പം ദൈവം നമുക്ക് തരണത് എന്താ? മഹത്വം. അപ്പം നിങ്ങൾ പറയണ ജോലി തന്നു കർത്താവ്, ഇല്ലേ? വീട് തന്നു കർത്താവ്, സ്ഥലം വിറ്റ് മാറ്റി കർത്താവ് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്താ തന്നത്? മഹത്വമാണ് തരുന്നത്. പക്ഷെ മഹത്വം നിങ്ങൾക്ക് തരണത് എങ്ങനെയാ? അവിടെ എഴുതിയിട്ടുണ്ട്. എന്താ പറയണത്? 17:24 യോഹന്നാൻ്റെ സുവിശേഷം. ദൈവം എങ്ങനെയാണ് മഹത്വം നമുക്ക് നൽകണത്, അനുഗ്രഹം നമുക്ക് നൽകണത്? എങ്ങനെയാ? എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ. എന്ന് പറഞ്ഞേ, എന്നോടുള്ള. അപ്പോൾ ദൈവത്തിന് നമ്മളോട് സ്നേഹം തോന്നിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മഹത്വം ഉണ്ടാവും. മഹത്വം എന്ന് പറയുമ്പോൾ എന്താ പ്രശ്നം അറിയാമോ? ഇപ്പം ഉടമ്പടിയിൽ എത്രയാണ്? 6 കാര്യം എഴുതിയിട്ടില്ലേ? ഇപ്പം ചില ആൾക്കാർ പറയും, എൻ്റെ അച്ഛാ ഉടമ്പടിയിൽ 6 കാര്യത്തിന് അത് എഴുതാത്ത കാര്യം പോലും നടന്നെന്ന് പറയും. എന്താ കാര്യം? ദൈവം മഹത്വം തരുമ്പോൾ എണ്ണിയാണ് തരുന്നത്. കർത്താവ് ആത്മാവിനെ അളന്നല്ല കൊടുക്കുന്നത്, കൈയിടിച്ച് കർത്താവ്. പരിശുദ്ധാത്മാവേ
പരിശുദ്ധാത്മാവേ വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. Praise the Lord. അപ്പൊ എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ പറഞ്ഞേ, എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങെനിക്ക് മഹത്വം നൽകി. അപ്പൊ നമ്മൾക്ക് നമ്മളോട് ദൈവത്തിന് എന്താണ് ഉണ്ടാവേണ്ടത്? എന്താ ഉണ്ടാവേണ്ടത്? സ്നേഹം. അതെപ്പോഴും നമ്മൾ മനസ്സിലാണ്. പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ എപ്പോഴും മനസ്സിലാണ്, എന്നോട് കർത്താവിന് കുറച്ച് സ്നേഹം തോന്നണം. അതിനുവേണ്ടി നമ്മുടെ ഈ ഉടമ്പടിയെല്ലാം അങ്ങനെയാണ്. നമ്മൾ ഉപവാസം ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിക്കണില്ലേ? ഇല്ലേ? 3 പാപങ്ങൾ നമ്മൾ ഉപേക്ഷിക്കണില്ലേ? ഇല്ലേ? നമ്മൾ 3 പാപങ്ങൾ ഉപേക്ഷിക്കുന്നു. വൺസ് ആൻഡ് ഫോർ ഓൾ, 1-ാം ഘട്ടത്തിലാണത്. പിന്നെ എന്ത് ചെയ്യും? നമ്മൾ കാരുണ്യപ്രവൃത്തി ചെയ്യും, ഇല്ലേ? അതെന്താ കാരുണ്യപ്രവൃത്തി ചെയ്യണത്? ഈശോ പറഞ്ഞു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. അതാണ് കാരുണ്യപ്രവൃത്തി, അല്ലേ? അപ്പം മറ്റുള്ളവരെല്ലാം ഈശോനെ കാണണം. അപ്പോൾ ദൈവത്തിന് നമ്മളോട് സ്നേഹം തോന്നിക്കൊണ്ടിരിക്കും. ഉടമ്പടി സൂപ്പറാകാൻ കാര്യം അതാ. കാര്യം എന്താണ്? ഇത് സമ്പൂർണമായ വെളിപാടാണ്. അമ്മ തന്നെ എന്താ പറഞ്ഞത്? കാനായിലെ കല്യാണം അമ്മ എന്താ പറഞ്ഞത്? അവൻ പറയുന്നത് പോലെ ചെയ്യുക. നമ്മളതാണ് ചെയ്യണത്. ഇപ്പം ലോകം മുഴുവനും പോയി. ഇപ്പം ഹൈന്ദവ സഹോദരങ്ങളെ കൂട്ടായ്മയിലുണ്ട്, മുസ്ലിം സഹോദരങ്ങളുണ്ട്. അവരുടെ സങ്കടകാലത്ത് കൃപാസനത്തിന് പത്രം അവർക്ക് കിട്ടിയപ്പോൾ അവർക്ക് മനസ്സിലായി, ഈശോ ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമല്ല, എല്ലാവരുടെയും രക്ഷകനാണ്. ഞാൻ പോയാൽ എന്നെയും ആശ്വസിപ്പിക്കോ, അല്ലേ? അപ്പോൾ അവർ വരണം. അപ്പോൾ അവരറിഞ്ഞു. എങ്ങനെ അറിഞ്ഞത്? കർത്താവിനെ നമ്മൾ പത്രം വാങ്ങിച്ച് കൊടുത്ത് കർത്താവ് ഇന്നും ജീവിക്കുന്നു എന്നുള്ള സത്യം അവർക്ക് കിട്ടിയപ്പോൾ അവരറിഞ്ഞു. അതിൽ രാമചന്ദ്രനൊക്കെ വന്ന് സാക്ഷ്യം പറഞ്ഞ കേട്ടില്ലേ? അപ്പോൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ്? അത് കർത്താവിൻ്റെ വചനമാണ്. എന്താ? നിങ്ങൾ ലോകം മുഴുവനും പോയി സർവ്വ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അപ്പം നമ്മൾ സുവിശേഷം വേറെ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ വചനമാണ് പാലിക്കേണ്ടത്. അവൻ പറഞ്ഞതുപോലെയാണ് ചെയ്യണത്. അതാണ് നമ്മുടെ ഉടമ്പടി. മരിയൻ ഉടമ്പടി എന്ന് പറയാൻ കാര്യം എന്താണ്? ദൈവികമായ സത്യങ്ങൾ, ദൈവാനുഭവങ്ങൾ അമ്മ അനുഭവിച്ചത്, അമ്മ നമുക്ക് നൽകിയിട്ടുള്ള ഒരു പ്രവർത്തന രീതിയുണ്ട്. അതാണ് ഫോളോ ചെയ്യണത്. അവൻ പറഞ്ഞതുപോലെ ചെയ്യുക. അത് വിശ്വാസം, കാരുണ്യ പ്രവൃത്തിയായാലും കർത്താവ് ആദ്യം പറഞ്ഞത് എന്താണ്? റിപ്പന്റ്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ് എന്നല്ലേ ഈശോ ആദ്യം പറഞ്ഞത്? ആദ്യം ജനതയോട് പറഞ്ഞത് എന്താണ്? അനുതപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക. അപ്പോൾ മർക്കോസിൻ്റെ 1:15 അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. നമ്മളതാണ് ആദ്യം ചെയ്യണത്, അനുതാപം. 3 പാപങ്ങൾ ഉപേക്ഷിക്കുന്നത് എന്താ? അനുതാപമാണ്. ഉടമ്പടി ചെയ്യുന്ന വ്യക്തി ഇപ്പോഴും അമ്മയുടെ ബേർത്ത്ഡേ ആണെങ്കിൽ അവർ ഉടമ്പടി നടന്നിട്ടില്ല. ഉടമ്പടി ചെയ്യുന്ന വ്യക്തി ഇപ്പോഴും അപ്പനോട് മാന്യമില്ലാതെ പെരുമാറുന്നുണ്ടെങ്കിൽ ഉടമ്പടി നടന്നിട്ടില്ല. ഉടമ്പടി ചെയ്യുന്ന വ്യക്തി ഇപ്പോഴും അയൽക്കാരിയോട് വൈരാഗ്യത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഉടമ്പടി നടന്നിട്ടില്ല. നീ പത്രം കൂടെ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഉടമ്പടി നടന്നിട്ടില്ല. അത് ഓർക്കണം. നമ്മൾ ചെയ്യുന്ന അനുഷ്ഠാനങ്ങൾ അർത്ഥവത്താകണമെങ്കിൽ അതിൻ്റെ ആന്തരിക സത്യത്തെ നമ്മൾ മുറുകെ പിടിക്കേണ്ടി വരും. അപ്പം ആരെങ്കിലും ഉടമ്പടിയിൽ സീരിയസ് ആയിട്ട് എടുക്കാതെ അബദ്ധം വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ കറക്റ്റ് ചെയ്യണം. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, പരിശുദ്ധ അമ്മ വഴി അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കുന്നതിന് ഞങ്ങൾക്ക് വന്ന എന്തെങ്കിലും സൂക്ഷ്മതക്കുറവുകൾ ഇപ്പോൾ പരിഹരിച്ച് കർത്താവേ നിന്റെ കൃപ പ്രാപിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇപ്പം നമുക്കറിയാമല്ലോ, ഒരു വചനം പാലിച്ച് ഇപ്പം അവൻ പറഞ്ഞതുപോലെ ചെയ്യാൻ. യോഹന്നാൻ 2:7 അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ചെയ്യുമ്പോൾ വചനം എന്തിനുള്ളതാണ്? ചെയ്യാനുള്ള. വചനം കേൾക്കാനുള്ളതല്ല. വചനം എന്തിനുള്ളതാ? ചെയ്യാനുള്ളതാണ്. അതെപ്പോഴും അമ്മയാണത് പറയണത്. വചനം കേൾക്കാനുള്ളതല്ല, വചനം ചെയ്യാനുള്ളതാണെന്ന് ലോകത്തോട് പറഞ്ഞത് ആരാണ്? അമ്മയാ.
യോഹന്നാൻ 2:7 അവൻ പറഞ്ഞതുപോലെ ചെയ്യുക. ചെയ്യുമ്പോൾ എന്താ സംഭവിക്കും? ഇപ്പം നമുക്കറിയാവോ, ഈ ഞാൻ ചില സമയത്ത് ഓർക്കുകയും ഈ വച്ചന ഇപ്പം നമ്മുടെ വീട്ടിൽ ഇരുട്ടാണ്. ഇപ്പം ഇരുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പറയും എൻ്റെ അച്ഛാ 20 ലക്ഷം 25 ലക്ഷം കടമുണ്ട്, എൻ്റെ വീട് സ്ഥലം വിറ്റാൽ പോലും 18 ലക്ഷം കിട്ടത്തുള്ളൂ, പിന്നെ വാടകയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ 3 ലക്ഷം പകുതി വേറെ കൊടുക്കണം. അപ്പം മുമ്പിൽ ഇരുട്ടാ, നമ്മുടെ മുമ്പിൽ വഴിയില്ല, ഇരുട്ടാ ശരിക്കും. അപ്പോൾ ഈ ഇരുട്ടിന് ഞാൻ എന്ത് ചെയ്യും? ചില സമയത്ത് ഇരുട്ട് വരുവേ, നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ ഇരുട്ട് വരും. ഇരുട്ട് വരുമ്പോൾ ആടെ വെളിച്ചമാണ് ആദ്യം തെളിയണമെന്ന് നിങ്ങൾക്കറിയാവോ? ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുന്നവരുടെ വെളിച്ചമാണ്, വിശ്വസിക്കുന്നവരുടെ അല്ല. അതെപ്പോഴും ഓർക്കണം. ഇരുട്ട് വന്നു കഴിഞ്ഞാൽ നേരെ ചൊവ്വയൊക്കെ കണ്ണ് ചൊവ്വ കാണാമെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇരുട്ട് വന്നു പോയാൽ ആരുടെ വിളക്കാണ് കാറ്റുരഞ്ഞ് ആദ്യം കത്തണത്? ദൈവത്തെ ജീവനേക്കാളുപരി സ്നേഹിക്കണവരുടെ വിളക്കാണ് ആദ്യം കത്തണത്. അതെങ്ങനെ എനിക്ക് മനസ്സിലായെന്നറിയാമോ? തോമാസ് ശ്ലീഹായുടെ ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. തോമാസ് ശ്ലീഹായുടെ ജീവിതത്തിലെ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലെ ഒരു പണ്ടാട് ഇരുട്ട് വന്ന്, വല്ലാത്ത ഇരുട്ട് മാത്രം, ഒരടി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈശോ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചതല്ല. ഈശോ ഇപ്പം എൻ്റെ അപ്പനെ ഞാൻ അപ്പ എന്നല്ലാതെ വേറെ വല്ലതും വിളിക്കുമോ? എൻ്റെ അപ്പനെ ഞാൻ അപ്പ എന്നല്ലേ വിളിക്കത്തുള്ളൂ. അത് വിളിച്ച് കേട്ടപ്പോൾ മറ്റുള്ളവർക്ക് ഭയങ്കരമായ ഉതപ്പ് വന്നതേ, ഇവൻ ദൈവത്തെ അപ്പ എന്ന് പിതാവെന്ന് വിളിച്ചു. എന്നുവെച്ചാൽ ദൈവത്തെ അങ്ങനെ നാട്ടു നടപ്പനുസരിച്ച് അപ്പ അമ്മ എന്നൊന്നും വിളിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വെളിപാടുള്ള ജനമായിരുന്നു ഇസ്രയേൽ. അപ്പോൾ അവർക്കത് ബ്ലാസ്ഫെമി, ദൈവത്തെ ഇങ്ങനെ കുറ്റം പറഞ്ഞ പോലെയും ഒക്കെ അവർക്ക് ഉൾക്കൊള്ളാം. അവർ അങ്ങനെ ദൈവത്തെ ശപിക്കുന്നവനെ കല്ലെറിഞ്ഞ് കൊല്ലാനാണ് യഹൂദൻ്റെ ആദ്യകാലം മുതലുള്ള പാരമ്പര്യം. അപ്പം അത് ഈശോ വന്നത് തന്നെ എന്തിനാ? നിങ്ങൾ വിചാരിക്കണ പോലെ അനന്തമായ അജ്ഞാതമായ ദീപ്തിപൂരത്തിൽ വാണരുളുന്ന ഒരു അബ്സ്ട്രാക്റ്റ് പ്യുവർ ആക്ട് അല്ല ദൈവം. അമൂർത്തനായ ഒരു നിഷ്ക്രിയനല്ല ദൈവം. ദൈവം അപ്പായാണെന്ന് പറയാനാണ് ഈശോ അവതരിച്ചത്. കൈ അടിച്ച് കർത്താണ് പിതാവേ, അങ്ങ് മാത്രമേ ഞങ്ങൾക്ക് ദൈവം. ഒരുമിച്ച് പാടുക. ആവാ പിതാവേ, അങ്ങ് മാത്രമേ ഞങ്ങൾക്കു ദൈവം. അങ്ങേ അൾത്താര തന്നിൽ ഞങ്ങളർപ്പണം ചെയ്യുന്നു സർവം. അങ്ങേ അൾത്താര തന്നിൽ ഞങ്ങളർപ്പണം ചെയ്യുന്നു സർവം. അപ്പോൾ അത് ദൈവത്തെ പിതാവെന്ന് വിളിച്ചതോടുകൂടി വലിയ ഈശോ ഉദ്ദേശം എന്തറിയാവോ? ദൈവം പിതാവാണല്ലോ, ദൈവത്തെ വെളിപ്പെടുത്തി പിതാവ് ആണെന്ന് മക്കൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം വർദ്ധിക്കും. മനസ്സിലായില്ലേ? ദൈവം ഒരു അമൂർത്തനായ നിഷ്കാമ കർമ്മനാണ്, നിർഗുണ ബ്രഹ്മനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ കാൻ വി ലവ്? നമുക്ക് എങ്ങനെ സ്നേഹിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഈശോ പറഞ്ഞു യു മസ്റ്റ് ലവ് ബിക്കോസ് ഗോഡ് ഈസ് ഫാദർ. ദൈവം പിതാവാണെന്ന് പറഞ്ഞു. അപ്പം മനുഷ്യൻ്റെ സ്നേഹ നിലവാരത്തെ വർദ്ധിപ്പിക്കുക, ദൈവത്തോടുള്ള സ്നേഹത്തെ വർദ്ധിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? 17:24 വർക്കൗട്ട് ചെയ്യും യോഹന്നാൻ. പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പ് എനിക്ക് അങ്ങേക്ക് എന്നോടുള്ള സ്നേഹത്താൽ അങ്ങനെ മഹത്വപ്പെടുത്തിയെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം നമുക്ക് ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം വർദ്ധിച്ചിട്ട് ദൈവം നമ്മളെ മഹത്വപ്പെടുത്താൻ കഴിയും. അപ്പോൾ അനുഗ്രഹത്തിൻ്റെ വലിയൊരു നൂറ്റാണ്ടുകളായിട്ട് പൂട്ടിക്കിടന്ന സ്വർഗത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വാതിലാണ് അപ്പായാണെന്ന് ദൈവം ഒന്ന് വെളിപ്പെടുത്തിയപ്പോൾ ഈശോ മുറുക്കെ തുറന്നു തന്നത്. കൈ അടിച്ച് കിടത്താണ്. പിതാവേ, അങ്ങ് മാത്രമേ ഞങ്ങൾക്കു ദൈവം.
ഞങ്ങളർപ്പണം ചെയ്യുന്നു സർവം. പക്ഷേ ഈ വലിയ വെളിപാട് കിട്ടിയപ്പോൾ യഹൂദന്മാരങ്ങ് ഇളകി. യേശുവിനെ അപ്പോസ്തലന്മാരെയും കല്ലെറിയാൻ തുടങ്ങി. അവരെ കുറച്ച് നാളത്തേക്ക് ശാന്തത ഉണ്ടാകാൻ വേണ്ടി ഈശോ വന്ന് ജോർദാൻ നദി കടന്ന് ഇപ്പുറത്ത് വന്ന് ബെഥനിയായിൽ നിന്ന് ബെത്ബഹയിൽ അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്ത് സംഭവിച്ചത്? ലാസർ അപ്പുറത്തെ കരയിൽ രോഗിയായി പോയത്. അത് വലിയൊരു പ്രശ്നമായി. ലാസർ രോഗിയായി പോയി. അപ്പോൾ തന്നെ മാർത്തായ്ക്കും മറിയോ അവരുടെ സിസ്റ്റേഴ്സ്, ലാസറിൻ്റെ സിസ്റ്റേഴ്സ് ആണല്ലേ, അവർക്കൊരു ഉറപ്പുണ്ട്. എന്താണ്? ഈശോ ഇത് കേട്ടാൽ ഓടി വന്ന് എൻ്റെ ആങ്ങളയെ സുഖപ്പെടുത്തുമെന്ന്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് അവർ രണ്ടുപേരെ പറഞ്ഞു വിട്ടത്. ഇപ്പം നിങ്ങളെയും ചില ആൾക്കാരെ പറഞ്ഞു വിട്ടിരിക്കണമല്ലേ, മോളെ പോയി ഉടമ്പടി ചെയ്യ്, അപ്പായി കിടപ്പ് കിടന്ന അട്ടുപോകും, അതുകൊണ്ട് ചെന്ന് ഉടമ്പടി ചെയ്ത് നിങ്ങൾ ചെല്ല് മാതാവിൻ്റെ മുമ്പിൽ നിൽക്ക്, അപ്പം ഈശോ അമ്മയെ പറഞ്ഞു വിട്ട് എന്നെ സുഖപ്പെടുത്തും. അപ്പം പലരും പറഞ്ഞു വിട്ടിരിക്കണതാണ് നമ്മളെ, അല്ലേ? ഇപ്പോൾ ഭർത്താവ് പറഞ്ഞ് നീ കപ്പാസിറ്റി പോകുന്നുണ്ടല്ലോ അല്ലേ, കടവാണ് കേട്ടാ പറഞ്ഞേക്കണേ, വലിയ കച്ചവടമൊന്നും നടന്നിട്ടില്ല കേട്ടാ പറഞ്ഞേക്കണേ. അങ്ങനെയാണല്ലേ കച്ചവടമൊക്കെ പറഞ്ഞ്. അപ്പോൾ അയാൾക്കും ഹസ്ബൻഡിനും തോന്നും എൻ്റെ വൈഫ് വന്നിരിക്കുന്നുണ്ടല്ലോ. അപ്പോഴേ വൈഫിൻ്റെ പ്രാർത്ഥന ഭയങ്കര പ്രാർത്ഥനയാണേ. ഇപ്പം ഇവിടെ നോക്കിയിട്ട് മുഴുവൻ ചേച്ചിമാരാണ് കാണുന്നത്. ചേട്ടന്മാർ കുറച്ചധികം പുറത്തൊക്കെ നിൽക്കുക. പക്ഷേ ചേച്ചിമാരുടെ പ്രാർത്ഥന എന്ത് പേടിക്കേണ്ട പ്രാർത്ഥന എന്നറിയാവോ? ചേച്ചിമാർ പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ ചില സമയത്ത് ഓർക്കുവേ, ഈശോ ഈ നമ്മുടെ ലുക്കായുടെ സുവിശേഷം ഇല്ലേ, ലുക്കായുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിലേക്ക് നമ്മളിങ്ങനെ വന്ന് 46-ലേക്കൊക്കെ വരുമ്പോൾ ഈ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുണ്ട്. ക്ലയോഫാസ്, അതായത് ഈശോ മരിച്ചു. അതിനുശേഷം അപ്പോസ്തലന്മാരുടെ വരുമാനം മുട്ടിപ്പോയി, തൊഴിലില്ലാണ്ടായി, യൂദാസ് ആത്മഹത്യ ചെയ്തു. ഇങ്ങനെ സർവത്ര തകർച്ച 2 ആഴ്ചക്കുള്ളിൽ വന്നതാണ്. താങ്ങാനാവാതെ ക്ലയോഫാസ് അവിടെ നിന്ന് നാട് വിട്ടുപോയി, സ്വന്തം നാട്ടിലോട്ട് പോയി, എമ്മാവൂസിലേക്ക് പോയി. ജെറുസലേമിലുണ്ടായിരുന്ന ആളാണ്. ഞാൻ എന്നിട്ട് പിന്നെ എന്താ സംഭവിച്ചത്? ഇപ്പം ധനനഷ്ടം. കാര്യം എന്താ? അപ്പോസ്തലന്മാരുടെ മുഴുവനും മൂലധനം യൂദാസിൻ്റെ കയ്യിലായിരുന്നു, അല്ലേ? അയാൾ പോയി തൂങ്ങിച്ചെത്തപ്പോൾ ആ കാശും പോയി. അപ്പോൾ ധനനഷ്ടമായി. ഇപ്പം നിങ്ങൾക്ക് ചില ആൾക്കാർ വന്നിട്ടില്ല, സാമ്പത്തികമായ വല്ലാത്ത കടത്തിലാണ് ഞങ്ങൾ വന്നിരിക്കണം, ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ധനനഷ്ടമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് തിരുത്തിക്കൊണ്ട് വരണത് ദൈവത്തിൻ്റെ രീതിയാണ്. അപ്പോൾ ധനനഷ്ടം, പിന്നെന്താണ്? ആത്മഹത്യ, പിന്നെന്താ? കൊലപാതകം. ഈശോയെ കൊല ചെയ്യില്ലേ? അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടി ഇത് വല്ലപ്പോഴും 5 കൊല്ലം കൂടുമ്പോൾ ഒരു ആത്മഹത്യ, 5 കൊല്ലം കഴിഞ്ഞപ്പോഴൊരു കൊലപാതകം, 5 കൊല്ലം കഴിഞ്ഞപ്പോൾ തൊഴിൽ നഷ്ടം. അങ്ങനെ 10-25 കൊല്ലത്തിനുള്ളിലാണ് ഈ 5 കാര്യം നടന്നെങ്കിൽ അത്രയും ആഘാതം ഉണ്ടാകത്തില്ല. ഇത് 2 ആഴ്ചക്കുള്ളിലാണ് 5 ക്യാപിറ്റലായിട്ടുള്ള ക്രൈസിസ് ഉണ്ടാകണത്. അതോടുകൂടി ക്ലയോഫാസ് IC അടിച്ചു പോയി, അയാൾ തിരിച്ചുപോയി. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. നിങ്ങളും ചില ആൾക്കാരൊക്കെ നമ്മൾ പണ്ട് തിരിച്ചു പോയ ആൾക്കാരാണ്. ഇപ്പോൾ എന്തെങ്കിലും പ്രാർത്ഥനയൊക്കെ കുറഞ്ഞ് നമുക്കൊരു രോഗം മാറണില്ലല്ല, എന്നാൽ പിന്നെ പ്രാർത്ഥിക്കാൻ നിങ്ങൾ വേറെ ഒരിടത്തും പോകത്തില്ല, പക്ഷെ പ്രാർത്ഥിക്കാണ്ടിരിക്കും. ഞാൻ ചില ആൾക്കാരോട് ചോദിക്കുമ്പോൾ ഉടമ്പടി മുടങ്ങിയായിരുന്ന വല്ലപ്പോഴും. അപ്പം മെസ്സേജ് ഇവിടെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കും, ഉടമ്പടി മുടങ്ങി അച്ചാതെ ഒരു ദിവസം എനിക്ക് ഭയങ്കര മേലാണ്ടായി. അന്നാണ് ആ മനുഷ്യൻ കുടിച്ച് കയറി വന്നത്. അതോടുകൂടി അന്ന് എല്ലാം ഭയങ്കര വഴക്കും കുട്ടിപ്പിടുത്തമൊക്കെ ആയിരുന്നു, പിന്നെ കിടന്ന് ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ തിരിച്ചു പോയില്ലേ? തിരിച്ചു പോയി. എമ്മാവൂസിലേക്കുള്ള ശിഷ്യനെ പോലെ തിരിച്ചു പോയി. അപ്പം തിരിച്ചു പോയാലും നിങ്ങളിവിടെ വന്നൊരു മനസ്താപ്രകടനം ചൊല്ലി കർത്താവോട് മാപ്പ് ചോദിച്ചിട്ട് റീസ്റ്റാർട്ട് ചെയ്യണം ഉടമ്പടി. അല്ലാതെ നാട്ടിൽ പോയി ഇടവകപ്പള്ളി പോയി കുമ്പസാരിക്കേണ്ട കാര്യമില്ല. കാര്യം പണ്ട് ഞാനങ്ങനെ പറഞ്ഞിരുന്നു, പക്ഷേ നമ്മുടെ അച്ഛന്മാർ അത് പള്ളികളിലൊക്കെ വേറെ രീതിയിൽ സംസാരിച്ചു. അപ്പം അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. നമ്മൾ കർത്താവിനോട് ചെയ്ത ഉടമ്പടി എവിടെ നിന്നാണത് ചെയ്തത്, അവിടെ തന്നെ വന്നിട്ട് ഈശോനോട് മാപ്പ് ചോദിച്ചിട്ട് നമ്മളത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും.
അപ്പോൾ ശ്രുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം ക്ലെയോഫാസ് തിരിച്ചു പോകുകയല്ലേ? പക്ഷെ ക്ലെയോഫാസിനെ തിരക്കി ആര് വന്ന് പുറകെ വന്ന്? ഈശോ കൂടെ വന്ന്, ഇല്ലേ? ഒരു യാത്രക്കാരനായിട്ട് ഈശോ കൂടെ ക്ലെയോഫാസിനെ തിരിച്ച് വിളിക്കാൻ വേണ്ടി വന്നു. എന്തിനാ ക്ലെയോഫാസിനെ തിരിച്ച് വിളിക്കാൻ വേണ്ടി വന്നത്? എന്താ കാര്യം? ക്ലെയോഫാസിൻ്റെ ഭാര്യ ദുഃഖ വെള്ളിയാഴ്ച കർത്താവിൻ്റെ കുരിശിന് ചുവട്ട് നിന്ന ആളാണ്. അപ്പോൾ ഭാര്യയുടെ വില ചുമ്മാതൊന്നുമല്ല, ചെറിയ വില ഒന്നുമല്ല. എന്തിനാ വിളിക്കാൻ വന്നത്? ഈ ഭർത്താവ് ഒരാൾ വിശ്വാസത്തിൽ നിന്ന് പോയിട്ട് അയാളെ വിളിക്കാൻ വേണ്ടി എന്താ ഈശോ തന്നെ വന്നത്? തൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ അയാളുടെ ജീവിത പങ്കാളി മെനയെന്ന് രാത്രി നിന്നിരുന്നതാണ്. മെനയെന്ന് സന്ധ്യയ്ക്ക് ഭർത്താവിന് വേണ്ടി, ലോകത്തിന് വേണ്ടിയും കർത്താവിനെ സ്നേഹിച്ചു നിന്നാൽ കർത്താവിനെ ആര് സ്നേഹിക്കുന്നുവോ അവിടെയൊക്കെ ഭർത്താവിനെ ഭാര്യയൊക്കെ വെക്കുക വീണുപോയാൽ കർത്താവ് തിരിച്ചു വിളിക്കും. കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ. പിതാവേ, അങ്ങു മാത്രമേ ഞങ്ങൾക്കു ദൈവം. ആവാ ആവാ പിതാവേ, അങ്ങു മാത്രമേ ഞങ്ങൾക്കു ദൈവം. നിന്റെ ഈശോ ഇത്രയും ആത്മാർത്ഥതയുള്ള ആളാ. തൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ ആ ചേടത്തി മെനയെന്ന് ഉച്ചയ്ക്ക് നിന്നത് കൊണ്ടാണ് അവളുടെ ഭർത്താവ് വിശ്വാസത്തിൽ നിന്ന് കർത്താവിന് അകന്നു പോയപ്പോൾ തിരിച്ച് വിളിച്ചത്. അത് പോയി വിളിക്കണതിന് ഈശോയ്ക്ക് ഒരു പ്രശ്നവും ഇല്ല. ഇപ്പം എന്താ? ആ ഒരു വിശ്വാസം, ഈശോയുടെ ആത്മാർത്ഥതയിൽ നമുക്ക് വിശ്വാസം ഉണ്ടാകണം. മനസ്സിലായില്ലേ? ഈശോയുടെ ആത്മാർത്ഥത അതാണ്. അതുകൊണ്ടാണ് ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 16-ലേക്ക് വരുമ്പോൾ ഈ മാർത്തായും ആ ഈശോയുടെ ആത്മാർത്ഥത്തെക്കുറിച്ച് അറിയാവുന്ന മാർത്ത തൻ്റെ ആളെ വിടുകയാണ്. എന്നാ വിടണത്? നിൻ്റെ സ്നേഹിതനായ ലാസർ രോഗബാധിതനായിരിക്കുന്നു, നീ വേഗം വന്നവനെ സുഖപ്പെടുത്തണം. ആണും തൂണും തുണയുമായിട്ട് ഞങ്ങൾക്ക് ഒരാളേ ഉള്ളൂ, നിനക്കറിയാവില്ലല്ലോ. അപ്പം അത് പറഞ്ഞപ്പോൾ കർത്താവിന് സങ്കടമായി. കർത്താവിന് അങ്ങോട്ട് പോകണം. പക്ഷെ കർത്താവ് പറഞ്ഞു, ഇവർ മാർത്ത പറയണ പോലെ അല്ല കാര്യം, ലാസർ മരിച്ചു പോയെന്ന് പറഞ്ഞു. അല്ലേ? അവരിവിടെ വന്നപ്പോൾ ലാസർ ആ സമയത്തുള്ളിൽ ലാസർ മരിച്ചുപോയി. മരിച്ചു പോയാലും ഈശോ വരും. കൈയടിച്ച് കിടത്താൻ ഹല്ലേലൂയ. നമുക്ക് പോയി അവനെ ഉണർത്തേണ്ടിയിരിക്കുന്നു. അതെന്നല്ലേ പറയണത്? അല്ലേ? നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, നമുക്ക് പോയി അവനെ ഉണർത്തേണ്ടി. അവൻ്റെ അർത്ഥം ഇപ്പോഴെന്താ പരിശുദ്ധാത്മ പറഞ്ഞത്? നിൻ്റെ ഈശോ മരിച്ചു പോയാലും നിന്നെ തിരക്കി വരുമെന്ന്. അതാണ് ഞാൻ ചില ആൾക്കാർ വെച്ചാൽ ജപ്റ്റ് നടപടിയാണ് കേട്ടാന്ന് പറയും. 26-ാം തീയതി ജപ്റ്റ് നടപടിയാണെന്ന് പറയും. കാര്യം ശരിയാ, 3-ാമത്തെ ഇതാണ്. അപ്പോൾ അത് ലേലത്തിൽ വെച്ചിരിക്കുന്ന വസ്തു. എൻ്റെ വീടും പറമ്പും പോകണ 2 പെൺകുഞ്ഞുങ്ങൾ പ്രായമായി നിൽക്കണ്, ഞാൻ വഴിയാതാരാവെന്ന് പറയും. അപ്പം ഞാൻ 26-ാം തീയതി കഴിഞ്ഞാലും കർത്താവിന് ഇനിയും സമയമുണ്ടെന്ന് പറയാം. കൈ അടിച്ച് കർത്താവ് അപ്പം നമ്മുടെ വീട് സ്ഥലവും ഈ പഴയ വീട് സ്ഥലവും പോയാലും കർത്താവ് നിനക്കൊരു പുതിയ വീട് സ്ഥലവും തരും. ഒരു സംശയമില്ല കാര്യത്തിൽ. എന്താ ചെയ്യേണ്ടത്? മരിച്ചു പോയാലും മരിച്ചു പോകുമല്ല. ചില കേസ് നമ്മൾ ലാസ്റ്റ് രോഗിയാണെന്ന് പറഞ്ഞ്, പക്ഷേ റിസൾട്ട് എന്താ? ലാസ്റ്റ് മരിച്ചുപോയി. ജൈറൂസിൻ്റെ മകൾ രോഗിയാണെന്ന് പറഞ്ഞ് മരിച്ചുപോയി. മരിച്ചു പോയിട്ടും കർത്താവ് ചെന്നില്ലേ? മർക്കോസ് 5:28 കർത്താവ് മരിച്ചുപോയ ഡെഡ് ബോഡി ആയിട്ട് കർത്താവ് ചെന്നു. അപ്പം നിൻ്റെ ജീവിതത്തിൽ നീ സംഭവിക്കല്ലേ, ഒരിക്കലും സംഭവിക്കല്ലേ എന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ
സംഭവിച്ചു പോയാൽ അതിൻ്റെ അർത്ഥം ദൈവം പ്രാർത്ഥന കേട്ടെന്നല്ല, കേട്ടില്ലെന്നല്ല, മറിച്ച് അങ്ങനെ സംഭവിച്ചാലും നീ ഡെഡ് ബോഡി ആയിപ്പോയാലും നിന്റെ ദൈവത്തിന് തിരിച്ചു വന്ന് നിന്നെ ഉയർപ്പിക്കാൻ കഴിയും. കൈ അടിച്ചു കിടത്താൻ. എന്നിട്ട് എന്താ പറയണത്? ഈശോ എന്താ ജൈറൂസിൻ്റെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞത്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. എന്താ കാര്യം? ഈ വിശ്വാസം എല്ലാ മരണത്തെയും ചുമ്മാ ഉറക്കമാക്കി കളയും. അതാണ് ഇപ്പം വിശ്വാസം ആരുടെ വിശ്വാസം? ഈശോയുടെ വിശ്വാസം എല്ലാ മരിപ്പിനെയും ചുമ്മാ ഉറക്കമാക്കി കളയും. അതുകൊണ്ടാണ് ലാസറിൻ്റെ ശവകുടീരത്തിൽ അപ്പോഴും ഈശോ എന്താ പറയണത്? നമ്മുടെ സ്നേഹിതനായ ലാസർ മരിച്ചുപോയി, പക്ഷേ ഈശോ എന്താ പറയണത്? ഉറങ്ങുകയാണ്. നമുക്ക് പോയി അവനെ ഉണർത്തേണ്ടിയിരിക്കുന്നു. അപ്പോഴേ മാർത്ത പറയും, ഈശോ അങ്ങ് ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അപ്പോൾ ഈശോ എന്ന് പറഞ്ഞ് വിശ്വസിച്ചാൽ ഈ മരണം ഉറക്കമായി മാറും, അവനെ ഉണർത്താൻ കഴിയുമെന്ന്. പ്രൈസ് ദി ലോർഡ്. എല്ലാ മരിപ്പും, എല്ലാ ജീർണതയും, എല്ലാ തകർച്ചയും, എല്ലാ ധനനഷ്ടവും, എല്ലാ സാമ്പത്തിക ക്ലേശവും നീ വിശ്വസിക്കുമ്പോൾ അതെല്ലാം നഷ്ടലാഭമായി മാറും, രോഗം സൗഖ്യമായി മാറും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറയണത്. വിശ്വാസം ശരിക്കും ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, പിതാവായ ദൈവമേ, ഞങ്ങളിൽ വിശ്വാസം എന്ന പുണ്യമുണ്ടായി ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ അഭിഷേകമായി വിശ്വാസത്തെ ഉദ്ദീപിക്കണമേ. യേശുവേ സ്തോത്രം. അച്ഛൻ ആദ്യം പറഞ്ഞില്ലേ, വചനം കേൾക്കാനിരിക്കുമ്പോൾ തന്നെ ഉള്ളിൽ പ്രാർത്ഥിച്ചോണ്ട് കർത്താവേ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന്. കാര്യം വചനമൊക്കെ ഒരു ടോർച്ച് പോലെയാണ്. ടോർച്ചില്ലേ, നമ്മുടെ കയ്യിൽ ടോർച്ച്, നമ്മൾ നിൽക്കുമ്പോഴാണത് തെളിയണത് ഇല്ലേ? വചനത്തെ വിശ്വസിക്കുമ്പോഴാണ് അത് പ്രകാശമാകണത്. അതാണ് അതിൻ്റെ അകത്തെ മെക്കാനിസം വരണത്. ഒരു ടോർച്ച് നമ്മൾ നിൽക്കുമ്പോൾ ഇരുട്ടത്തെ തെളിയും, നിൽക്കില്ലെങ്കിൽ ടോർച്ച് പവറുണ്ട് അതിന്, പക്ഷെ നിൽക്കുക മാത്രമേ തെളിയത്തുള്ളൂ. ലൈറ്റ് എല്ലാം അങ്ങനെയാണല്ലോ, സ്വിച്ച് ഇട്ടാൽ മാത്രമേ തെളിയത്തുള്ളൂ. പക്ഷെ എല്ലാ കപ്പാസിറ്റിയോടും കൂടി. അപ്പോൾ ഭജനം എല്ലാ കപ്പാസിറ്റിയോടും നീ നിൽക്കുക തെളിയണ രീതിയിൽ എല്ലാ കപ്പാസിറ്റിയോടും കൂടിയാണ് കർത്താവിൻ്റെ വചനം ഇരിക്കണത്. പക്ഷെ നീ വിശ്വസിക്കുമ്പോൾ അത് നിനക്ക് തെളിയും. എന്താ കാര്യം? നിൻ്റെ വചനം എൻ്റെ പാദങ്ങൾക്ക് ദീപവും പാതയിൽ പ്രകാശവുമാണ്. സങ്കീർത്തനം 119:105 എന്ന് പറഞ്ഞ് നിന്റെ വചനം എൻ്റെ പാദങ്ങൾക്ക് ദീപവും പാതയിലെ പ്രകാശവുമാണ്. പെട്ടെന്ന് നിൽക്കുമ്പോൾ തെളിയും. അപ്പോൾ നമുക്ക് 2-3 കാര്യം കൊണ്ട് നിൽക്കാൻ പറ്റും. ഒന്ന് സ്നേഹം കൊണ്ട് നിൽക്കാൻ പറ്റും, അപ്പോൾ തെളിയും, ഭയങ്കരമായിട്ട് തെളിയും, നല്ല റേഞ്ചിൽ തെളിയും. നമുക്ക് വിശ്വാസം കൊണ്ട് നിൽക്കാൻ പറ്റും, പരന്ന് തെളിയും. ഇപ്പോൾ ടോർച്ച് തന്നെ സംഭവമില്ലേ, ഫോക്കസ് അനുസരിച്ചിട്ട് ചില നമുക്ക് ഫോക്കസ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഷൂട്ട് ഔട്ട് ചെയ്ത് 2 കിലോമീറ്റർ അകലെയുള്ള സംഭവങ്ങൾ കയറി കാണാം. സ്നേഹം കൊണ്ട് നിൽക്കണം, വിശ്വാസം കൊണ്ട് നിൽക്കുക, ഈ ചുറ്റുവട്ടത്തുള്ള മുഴുവൻ കാഴ്ച നമുക്ക് കാണാൻ പറ്റും. നെക്കിൻ്റെ രീതി അനുസരിച്ചിരിക്കും. ഇപ്പോൾ തോമസ് ജേക്ക് നല്ലോണം നിൽക്കാൻ അറിയാവുന്ന ആളാണ്, നല്ല സ്നേഹം കൊണ്ട് നിൽക്കുന്ന ആളാണ്. അപ്പോസ്തലന്മാരെന്നാ പറഞ്ഞത്? കർത്താവ് അവൻ ഉറങ്ങുകയാണെങ്കിൽ അവൻ ഉണർന്നുകൊള്ളും. കഴിഞ്ഞ ആഴ്ച തന്നെ അവർ നമ്മളെ കൊല്ലാൻ പിടിച്ചതാണ്. ഇനി അവൻ്റെ വീട്ടിൽ പോയി തല്ലുകൊള്ളേണ്ട ഒരു ആവശ്യമില്ല. ഒരു ലാസറിനെ രക്ഷിക്കാൻ വേണ്ടി, രോഗസൗഖ്യത്തിന് വേണ്ടി അവിടെ പോയി നാട്ടുകാരെല്ലാം കൈവച്ചാൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോസ്തലന്മാർ ഇരുട്ടിൽ തപ്പിപ്പോയി. അപ്പോസ്തലന്മാർ ഇരുട്ടിലായി. എന്താ കാര്യം? കഴിഞ്ഞ ആഴ്ച പ്രശ്നം ഉണ്ടായതല്ലേ, ദൈവത്തെ പിതാവെന്ന് വിളിച്ചുകൊണ്ട്. ആ നാട്ടിൽ തന്നെ പിന്നെ ചെന്ന് കഴിഞ്ഞുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ അതുകൊണ്ട് വലിയ പുലിവാലുണ്ട്. അതുകൊണ്ട് എല്ലാ അപ്പോസ്തലന്മാരും ഡൗൺ ചെയ്ത് മൊത്തം എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ ഇരുട്ടിലായിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ ഇരുട്ടിലായിപ്പോയി. പക്ഷെ കർത്താവിന് എന്ത് ചെയ്യാൻ പറ്റും? കർത്താവിന് പോവാതിരിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? ആത്മാർത്ഥത ഉള്ളതാണ് കർത്താവിന്. ലാസറിൻ്റെ വീട്ടിൽ ലാസറിനെ വ്യക്തിപരമായിട്ട് അറിയാം. ലാസറിൻ്റെ കുടുംബത്തോട് പ്രിയമുണ്ട്. ആ നാട്ടിൽ ചെല്ലുമ്പോൾ അവിടുന്ന് ആ ഭക്ഷണം കഴിക്കണത്. ഇപ്പം അങ്ങനെയൊക്കെ ആത്മബന്ധമുള്ളൊരു വീട്ടിൽ ഇപ്പോൾ ഒരു ഭയങ്കര അധപ്പതനം ഉണ്ടായാൽ
ആത്മാർത്ഥമുള്ള ഈശോയ്ക്ക് ഇരിക്കണ പാട്ട് ഇരിക്കാൻ പറ്റത്തില്ല. അത് കുരിശ് അത് തന്നെയാണ് ക്ലെയോഫാസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ക്ലെയോഫാസിൻ്റെ ഭാര്യ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്നതാണ്. അപ്പോൾ അവളുടെ ഭർത്താവാണ് ഇപ്പോഴേ വിശ്വാസം വിട്ടു പോണത്. അപ്പോൾ അതുകൊണ്ട് കർത്താവ് ആ വൈഫിൻ്റെ പ്രാർത്ഥനയെ ഓർത്ത് അവളോട് ആത്മാർത്ഥ കാരണം ചെന്ന് വിളിച്ചതാണ്. എൻ്റെ ദൈവം ഇതല്ലേ, നിൻ്റെ വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് കർത്താവിടെ ആത്മാർത്ഥം ഉണ്ടെങ്കിൽ നിന്റെ കുടുംബം രക്ഷപ്പെടുമെന്ന് പരിശുദ്ധ വെളിപ്പെടുത്തുന്നു. കൈ അടിച്ചു കർത്താവ് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പം കർത്താവ് ആത്മാർത്ഥ കൊണ്ട് കല്ലേറെങ്കിൽ കല്ലേറ്, തല്ലെങ്കിൽ തല്ല്, ശരീരക്ലേശമെങ്കിൽ ശരീരക്ലേശം, കർത്താവ് പോകാൻ തന്നെ തീരുമാനിച്ചു. അപ്പോസ്തലന്മാർ പോകണ്ടെന്നും തീരുമാനിച്ചു. അപ്പോസ്തലന്മാർ കൺഫ്യൂഷനായി, ഇരുട്ടായി. കർത്താവിന് പോകാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് അപ്പോസ്തലന്മാരുടെ കായികമായ ക്ലേശങ്ങളെക്കുറിച്ചുള്ള ചിന്ത ചില സമയത്ത് കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയും. ഇപ്പം നിങ്ങളുടെ പള്ളിയിലൊക്കെ ഒരു വഴക്ക് നടക്കണം വിചാരിച്ചോ. ഇപ്പോൾ ഉടനെ ഭർത്താവ് പറയും ഇവിടെ കെട്ടിയിറങ്ങി പോകണം, അവിടെ മുഴുവൻ വഴക്കാണ്, നിങ്ങൾ അവിടെ ചെന്ന് കക്ഷി ചേരണ്ട. ചില പള്ളിയിലൊക്കെ ഗ്രൂപ്പടിയൊക്കെ ഉണ്ടാകത്തില്ലേ? ചില പള്ളികളൊക്കെ ഉണ്ടാകും. ഞാൻ ഇരുന്ന ഒരു പള്ളിയിൽ ഞാൻ ബ്രദറായിരുന്ന സമയത്ത് ഗംഭീരടിയായിരുന്നു. നാട്ടുകാർ തമ്മിൽ 2 ചേരിയായിട്ടടിയായിരുന്നു. അപ്പം പല അപ്പച്ചന്മാരും ചേച്ചിമാരും ചേട്ടന്മാരും പറയും ആൾക്കാരെ പോകുന്നത്, നീ എവിടെയാണ് സാരി കൊടുത്ത് കയറി പോകണം, അവിടെ മുഴുവൻ തല്ലാണ്, അവിടെയൊക്കെ ആര് പോകാൻ അവസാനം നമ്മൾ പ്രതിയാകുമെന്ന് പറയും. പക്ഷെ നമ്മൾ പോകണത് എന്തിനാണ്? കർത്താവിനെ കാണാൻ. എൻ്റെ മക്കളെ അപ്പോഴാണ് പോകേണ്ടത്. നമ്മൾ ബുദ്ധിയും ബോധവും ഇല്ലാത്തവൻ, വിശ്വാസം ഇല്ലാത്തവൻ നമ്മൾ പുറകോട്ട് പിടിച്ച് വലിക്കും. ഇപ്പം ദേവാലയത്തിനും ദൈവത്തിൻ്റെ സംവിധാനത്തിനും സമൂഹത്തിനും സത്യത്തിനും എവിടെയെങ്കിലും ഒരു കുറവ് വരുമ്പോൾ നമ്മൾ ഇരുട്ടണ സമയത്ത് നമ്മൾ പോകണം. ചില സമയത്ത് എന്തെങ്കിലും ആക്ഷേപങ്ങളാണ് വരുന്നത്, അവിടെ പോയിട്ട് എന്താണ്, അവിടെ ഇതാണ് സംഭവം എന്ന് പറയും. ഉടനെ നമ്മൾ മനസ്സിടിക്കും. ഇതുപോലെ അപ്പോസ്തലന്മാർക്കും ഭയങ്കര ക്ലായക്കേശം. അവിടെ പോയി അടിയാണ് നടക്കാൻ പോണത്, കല്ലേറാണ് നടക്കാൻ പോണെന്ന് പറഞ്ഞപ്പോൾ അപ്പോസ്തലന്മാർ കർത്താവ് മുന്നോട്ട് പോയി, അവർ പിറകോട്ട് പോയി. അവിടെയാണ് തോമാശ്ലീഹ ആകണത്. അങ്ങേരുടെ വിളക്ക് മാത്രമാണ് ആ സമയത്ത് കാറ്റുരഞ്ഞ് കത്തിയത്. കൈയിട്ടിച്ച് കർത്താവ് ഹല്ലേലൂയ. ഇപ്പം സഭയെക്കുറിച്ചുള്ള ചില ആക്ഷേപങ്ങൾ 1-ന് 9,000 ഇരട്ടി ഫേസ്ബുക്കുകാർ മുതലെടുക്കണില്ലേ? യുക്തിവാദികൾ, തോന്നിയവാസികൾ, അല്ലേ, ദൈവത്തെ അറിയാൻ പാടില്ലാത്തവർ, അതുപോലെ ഇതിനേക്കാൾ 10,000 പാപം ചെയ്തിട്ട് അവിടെ പാപം മുടിവെക്കാൻ വേണ്ടി ആരെങ്കിലും ഒരാൾക്കൊരു അബദ്ധം പറ്റിയ അതിനെ കൊട്ടിക്കൊഴിച്ചിട്ട് അവിടെ പാപത്തെ മറച്ചു വെക്കാനുള്ള തന്ത്രപരിപാടികളാണ് ഫേസ്ബുക്കിലൊക്കെ നടക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ്? ഇതുപോലെ തന്നെയാണ്. കർത്താവിന് കല്ലേറ് കിട്ടുമെന്ന് വിചാരിക്കുമ്പോൾ ചില അപ്പോസ്തലന്മാരുൾപ്പെടെ വിശ്വാസികൾ ഉൾപ്പെടെ പിൻവലിയും. തോമാശ്ലീഹയാണ് അവിടെ വെളിച്ചം കാണിച്ചത്. കാര്യം തോമാശ്ലീഹ പറഞ്ഞു നമ്മളൊന്ന് വിശ്വസിക്കുന്നുണ്ട്, ആ വിശ്വാസം ദൈവം നമുക്ക് തന്നതാണ്. ആ വിശ്വാസത്തിൻ്റെ പേരിൽ എന്തെല്ലാം ക്ലേശങ്ങളുണ്ടായാലും നമ്മൾ കർത്താവിന് പോയി, നമുക്കും പോയി അവനോടുകൂടി മരിക്കാൻ. കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുന്നിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുന്നിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിരുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിരുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുന്നിൽ ചെങ്കടൽ രണ്ടാകുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആ ഒറ്റ വാക്ക് തോമാശ്ലീഹയ്ക്ക് എവിടുന്ന് കിട്ടിയതാ? നമുക്കും പോയി അവനോട് മരിക്കാമെന്ന്. ആ ഒറ്റ വാക്ക്. അപ്പോൾ ആ പഴയ ഇരുട്ടിൽ തപ്പി മരവിച്ച് നിന്നിരുന്ന അപ്പോസ്തലന്മാരെ മുഴുവൻ ഒറ്റയടിക്കാണ്, ഒറ്റ വാക്കിൽ, തോമാശ്ലീഹ ഒറ്റ വാക്കിലാണ് കർത്താവിൻ്റെ പിന്നിൽ അണിനിരത്തിയത്. രക്തസാക്ഷിത്വത്തിൻ്റെ വഴികളിൽ വിശ്വാസത്തിൻ്റെ ഒരു സമൂഹത്തെ വാർത്തെടുത്തുകൊണ്ട് അപ്പോസ്തലന്മാരെ ഒറ്റ വാക്കിൽ കർത്താവിൻ്റെ പിന്നിൽ ഭയങ്കരമായ തകർച്ചയുടെ പ്രതിസന്ധിയുടെ സമയത്ത് അണിനിരത്തിയ ആളാണ് തോമാശ്ലീഹ. അതാണ് സ്നേഹമെന്ന് പറയുന്നത്. അത് വിശ്വാസമല്ല. വിശ്വാസത്തിൻ്റെ കാര്യം പറയുമ്പോൾ തോമാശ്ലീഹ പറയും, എനിക്ക് വിശ്വാസമല്ല നിന്നോടുള്ളത്, എനിക്ക് നിന്നോടുള്ളത് സ്നേഹമാണ്. എനിക്ക് നിന്നോട് വിശ്വാസമല്ല ഉള്ളത്. സ്നേഹിക്കുന്നവൻ എന്ന് വിശ്വസിക്കണം. കാര്യം എന്താണ്?
10ാം ക്ലാസ്സിൽ പഠിക്കുന്നവന് 8ാം ക്ലാസ്സിൽ എത്തിയിരിക്കുന്ന കാര്യമുണ്ടോ? 10ാം ക്ലാസ്സിൽ പഠിക്കണവനാണ്. നീ എന്തിനാ 8ാം ക്ലാസ്സിൽ പാഠപുസ്തകം വായിക്കണത്? തോമസ് ലീഹ പറഞ്ഞു, എനിക്ക് നിന്നോട് വിശ്വാസമല്ല ഉള്ളത്, എനിക്ക് നിന്നോട് സ്നേഹമാണുള്ളത്. ചുമ്മാ സ്നേഹമല്ല, നിന്റെ ജീവന് വേണ്ടി ജീവൻ കളയാനുള്ള സ്നേഹം. കൈ അടിച്ചു കിടത്താണ്. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഇതാണ് പൗലോസ് അപ്പോസ്തലനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? വിശ്വാസം പ്രത്യേക സ്നേഹം, അവയിൽ ഏറ്റവും ഉത്കൃഷ്ടമായത് എന്താണ്? സ്നേഹമാണ്. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 13:13. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, അതിൽ സർവോത്കൃഷ്ടം എന്താണ്? സ്നേഹമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയണത്, ലോകസ്ഥാപനത്തിന് മുമ്പ് നിനക്ക് എന്നോടുണ്ടായിരുന്ന സ്നേഹത്താൽ, യോഹന്നാൻ 17:24, അങ്ങനെക്ക് മഹത്വം നൽകി. ദൈവപൈതലേ, വിശ്വാസം പ്രതിസന്ധി നിൽക്കുമ്പോൾ, കൂദാശകൾ പ്രതിസന്ധി നിൽക്കുമ്പോൾ, കൂദാശയെക്കുറിച്ച് വൈദികരെക്കുറിച്ചുമില്ല, ഇങ്ങനെ നിസ്സാരമായ കാര്യങ്ങൾ. ഫേസ്ബുക്കിലൊരു പോസ്റ്റ് വന്നായിരുന്നു. വീണ ചീഞ്ഞ പഴങ്ങളെക്കുറിച്ചല്ല സഭയെ വിലയിരുത്തേണ്ടത്. ഒരു വൃക്ഷത്തെ വിലയിരുത്തേണ്ടത് എങ്ങനെയാണ്? അടർന്ന് വീണ പഴങ്ങളെക്കുറിച്ചാണ് അല്ല, അവിടെ നിന്ന് പൂത്ത് നിൽക്കുന്ന പഴങ്ങളെക്കുറിച്ചും പൂത്ത് നിൽക്കുന്ന പുഷ്പങ്ങളെക്കുറിച്ചും, മരം മുഴുവനും പൂത്ത് നിൽക്കുന്ന പുഷ്പങ്ങളെക്കുറിച്ചും, മരം മുഴുവനും പഴുത്ത് നിൽക്കുന്ന 99% പഴങ്ങളെക്കുറിച്ചാണ് മരത്തെ വിലയിരുത്തേണ്ടത്. ആരെങ്കിലും മനുഷ്യരാണ് വീണ് പോയി കഴിഞ്ഞാൽ അത് വെച്ച് വിലയിരുത്തേണ്ടത് ദുഷ്ടലാക്കോതോടുകൂടിയായിരിക്കും. അവർ വിശ്വാസികളല്ല, കർത്താവിനുള്ളവരല്ലെന്ന് തിരിച്ചറിയാനുള്ള കഴിവും വിവേചനശക്തിയും വിശ്വാസിക്ക് ഉണ്ടാകണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാവണം. ഇങ്ങനെയുള്ള പ്രതിസന്ധി കർത്താവിനുണ്ടായിരുന്നില്ലേ? കർത്താവിന് പ്രതിസന്ധി ഉണ്ടായപ്പോഴാണല്ലോ തോമാസ് ശ്ലീഹ വെളിച്ചം കാണിച്ചു കൊടുത്തത്. നമുക്ക് അതാണ് വിശ്വാസം. പ്രതിസന്ധിയിലായപ്പോൾ അപ്പോസ്തലന്മാരെല്ലാം മരവിച്ചു. കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് മരവിച്ചപ്പോൾ തോമാസ് ശ്ലീഹ ഒറ്റക്ക് നിന്നുകൊണ്ടാണ് എല്ലാത്തിനെയും കൊണ്ട് തിരിച്ചു കൊണ്ടുവന്നത്. കർത്താവിലേക്ക് എന്താണ്? സ്നേഹമാണത്. അതുകൊണ്ടാണ് വിശ്വാസം പ്രത്യേക സ്നേഹം, അത് സർവോത്കൃഷ്ട സ്നേഹമാണെന്ന് പറയുന്നത്. ആ സ്നേഹമക്കളെ, ഇതുപോലെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവസ്നേഹത്തെ നിൽക്കുമ്പോൾ, യോഹന്നാൻ 17:24 വർക്കൗട്ട് ചെയ്യും. പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പ് നിനക്ക് എന്നോടുണ്ടായിരുന്ന സ്നേഹത്താൽ നീ എനിക്ക് മഹത്വം നൽകിയെന്ന്. ദൈവവേദനെ, ദൈവത്തെ നമ്മൾ സ്നേഹിക്കുമ്പോൾ, തോമാസ് ശ്ലീഹ പോലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഭയെയും ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവം നമുക്ക് മഹത്വം നൽകും. ആ മഹത്വത്തിൻ്റെ അതിൻ്റെ ബഹിഷ്പൂരണമായിട്ടാണ് നമുക്ക് ജീവിതത്തിനെല്ലാം ഉന്നതമായ വിജയം ഉണ്ടാകുന്നത്. ഒരു പക്ഷേ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ദൈവത്തോട് ചേർന്നതുകൊണ്ട് നീ ദൈവത്തിന് സാക്ഷ്യം നൽകുമ്പോൾ നിനക്ക് ദൈവം മഹത്വം നൽകും. ആ മഹത്വം നിൻ്റെ ജീവിത ഉയർച്ചയായി ഉയരുകയും ചെയ്യും, ഉയർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യും, അത് സാക്ഷ്യമാവുകയും ചെയ്യും. ഇന്ന് ഉള്ള പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിക്കാൻ, വിശ്വാസത്തോടെ അതിജീവിച്ചുകൊണ്ട് ദൈവമഹത്വം കരയറ്റാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 യേശുവേ, യേശുവേ, എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അന്ത്യകാല അഭിഷേകം. എഴുന്നേൽക്കുക, എല്ലാവരും എഴുന്നേൽക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഒരുമിച്ച് എഴുന്നേൽക്കാം, പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു സ്തോത്രം. കർത്താവേ, വിശ്വാസത്താൽ നിറക്കണമേ, സർവ്വോപരി ദൈവ സ്നേഹത്താൽ നിറക്കണമേ. യേശു സ്തോത്രം. ഹല്ലേലൂയ. അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകി. കൈകൾ ഉയർത്തിയടിച്ച് തീ പോലെ ഇറങ്ങണമേ,
അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാഷാപരം ശ്രദ്ധിക്കട്ടെ, ഭാഷാപരത്തോടെ എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല 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 ഹല. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. കൈകൾ ഉയർത്തി. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകി. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, യേശുവേ. കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണം. കൈകൾ ഉയർത്തി. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ, ആത്മനദിയായി ഒഴുകണമേ, ആത്മനദിയായി ഒഴുക. യേശുവേ,
Praise the Lord. Praise the Lord. നമ്മുടെ ഓരോരോ വിഷയങ്ങൾ ഈശോയുടെ ആത്മാർത്ഥതയും നമ്മളോടുള്ള മഹത്വപ്പെടുത്തലും നമ്മൾ വചന ശുശ്രൂഷയിൽ കണ്ടതാണ്. ഇപ്പോഴെൻ്റെ മുമ്പിൽ നിൽക്കുന്ന നൂറുകണക്കിന് മക്കൾ മാത്രമല്ല, സോഷ്യൽ മീഡിയയിലൂടെ ഈ വിഷയം കർത്താവിൻ്റെ വലിയ ശുശ്രൂഷ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ആരാധനയെ സമർപ്പിക്കുന്നു. ഇപ്പോൾ നമ്മൾ ആദ്യമേ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അസ്ഥിരോഗികളായിരുന്നു. തൊലി വിട്ടു പോകുന്നവർ, തൊലി അഴുകി മാറുന്നവർ, അസ്ഥിയിൽ നിന്ന് തൊലി പോരുന്നവർ, അസ്ഥി സൂക്ഷിക്കുന്നവർ, അസ്ഥിക്ക് വളർച്ച കുറഞ്ഞവരൊക്കെയായിരുന്നു കർത്താവ് ആദ്യം സുഖപ്പെടുത്തിയത്. ഇപ്പോഴും നെഞ്ച് കാണിച്ചു തന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. കാരണം നെഞ്ച് ഊത്തലുള്ളവർ പെട്ടെന്നിങ്ങനെ ഊതി, പെട്ടെന്ന് വേർത്ത്, പെട്ടെന്ന് തളർന്ന്, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, പതിരയുടെ പ്രഷർ കൂടി വരിക അല്ലെങ്കിൽ കുറഞ്ഞു വരിക, അങ്ങനെ കരളിൻ്റെ അസുഖം, അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ ആരാധനയെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാണ്. നിങ്ങളുടെ ബന്ധുക്കളെ സ്വന്തപ്പെട്ടൊരു ഈ പ്രാർത്ഥന ആരെല്ലാം എവിടെയില്ലായിരുന്നു കേൾക്കുന്നുണ്ട്, അവിടെ എല്ലാ ബന്ധുക്കളെ ഈ സമയത്ത് പ്രാർത്ഥനയിൽ കൊണ്ടുവരേണ്ടതാണ്. നിങ്ങൾക്കറിയാം, ഒരു രോമം പോലും കൊഴിഞ്ഞു വീണാൽ എന്തോ ഒരു വേദനയാണ്. അപ്പോൾ അവരോടുള്ള വേദന അനുഭവിക്കുന്നവരിൽ ഈശോനെ കാണണമെന്നാണ് ഈശോ പറഞ്ഞത്. അവർക്ക് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന്. അപ്പം നമുക്ക് വേദന അനുഭവിക്കുന്ന ആരെയും, വേദനയ്ക്ക് വിശ്വാസമില്ല, എല്ലാ വിശ്വാസത്തിനും അപ്പുറത്താണ് വേദന നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വേദന അനുഭവിക്കുന്ന എല്ലാവരെയും അവർ ഏതെല്ലാം വിശ്വാസത്തിലായാലും അവരെല്ലാം ഇപ്പോൾ നമുക്ക് ദൈവസ്നേഹത്തോടെ ഓർക്കാം, പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങൾക്കറിയാവുന്ന എല്ലാവരെയും ഞങ്ങളിപ്പോൾ ഓർക്കുന്നു. വേദന അനുഭവിക്കുന്ന ഞങ്ങൾക്കറിയാൻ പാടില്ലാത്തവരെയും ഞങ്ങളുടെ ദൈവസ്നേഹത്തോടെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവേ, വിശുദ്ധ കരത്താൽ വേദനിക്കുന്നവരെ സ്പർശിക്കണമേ. മാരക രോഗികള്, ക്ഷയരോഗികള്, ഹൃദയ രോഗികള്, കരൾ രോഗികള്, ശ്വാസകോശ രോഗികള് യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ പിൻകഴുത്ത്, കുഞ്ചി എന്നൊക്കെ പറഞ്ഞ സ്ഥലമില്ലേ, അവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ചൊറിയും, പൊട്ടും, പഴുക്കും, ചില സമയത്ത് നീര് വന്ന് നീറും. ഇങ്ങനെയുള്ള വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന. ഹല്ലേലൂയ. കത്തി ഉപയോഗിച്ച് ആരെങ്കിലും മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ 7 പേരെയാണ് കർത്താവ് മെസ്സേജർ ഈശോയെ സന്ദേശം തരുന്നത്. നേരെ കത്തി ഉപയോഗിച്ച് മുറിപ്പെടുത്തിയാൽ നിങ്ങളത് മറന്നു പോയി കാണും. ചിലപ്പോൾ നിങ്ങൾ പിന്നീടുണ്ടായ സാഹചര്യത്തിൽ അനുരഞ്ജനപ്പെട്ട് കാണും. പക്ഷേ എന്തുകൊണ്ട് ഇത് വീണ്ടും വിഷയം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അക്കാലങ്ങളിലെ ഒരു പക്ഷേ വേറെ ഒരു വിഷയത്തിൽ നിങ്ങൾ അവരുമായിട്ട് വല്ല ബിസിനസ് ലെവലിൽ ഒരു കോംപ്രമൈസ് ചെയ്ത് കാണാം. പക്ഷേ കോംപ്രമൈസ് ഒന്നും അനുതാപമല്ല, അത് ബിസിനസ് കോംപ്രമൈസാണ്, ലാഭനഷ്ടങ്ങളുടെ കോംപ്രമൈസാണ്. അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ വന്നേനും അങ്ങനെ സംഭവിച്ചേനും. അതുകൊണ്ട് തൽക്കാലത്തേക്കുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് അനുതാപമല്ല, മറിച്ച് അത് കർത്താവിൻ്റെ മുന്നിൽ പിടിക്കപ്പെട്ടപ്പോൾ അപ്പോൾ അഡ്ജസ്റ്റ്മെൻ്റ് വേളയിൽ കുടുംബാംഗങ്ങൾ തമ്മിലോ ബന്ധുക്കൾ തമ്മിലോ ഒക്കെ ആ പഴയ പരിഭവമൊക്കെ മറന്നു പോകണത് ദൈവമായിട്ട് ബന്ധമില്ല. അത് മാനുഷികമായ ഭൗതിക നേട്ടത്തിന് വേണ്ടിയുള്ള അറേഞ്ച്മെൻ്റൊന്നും അനുതാപമല്ല. അതുകൊണ്ട് മര്യാദക്ക് ആ വിഷയത്തിൽ മാപ്പ് ചോദിച്ച്, കർത്താവെ, നിൻ്റെ സ്നേഹത്തിൽ നിന്നാണ് ഞാൻ അകന്നു പോയത്, നിൻ്റെ വചനമാണ് ഞാൻ ലംഘിച്ചത്,
ആ പാപം എന്നോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് ദൈവമേ, അഡ്ജസ്റ്റ്മെന്റോ അറേഞ്ച്മെന്റോ ഭൗതിക നേട്ടത്തിനുള്ള കോംപ്രമൈസോ ഒന്നും അനുതാപമല്ല. അങ്ങയുടെ വചനത്തോടും അങ്ങയുടെ സ്നേഹത്തോടും ഞാൻ ചെയ്തു പോയ ഞാൻ മറത്തു പിഴച്ചു പോയ എന്റെ പാപത്തെ ഓർത്ത് അങ്ങയുടെ തിരുസന്നിധിയിൽ മാപ്പിനായി അപേക്ഷിക്കുന്നു. കർത്താവേ, എന്നോട് ക്ഷമിച്ച് എന്നെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചില സ്ഥലത്ത് ശരീരം മറ്റു സ്ഥലത്തേക്കാൾ പ്രായമായവരുടെ ശരീരം പോലെ ആയിട്ട് കിടുകിളാന്നിങ്ങനെ ഇരിക്കുന്നു. ആ ബലമില്ല. എന്നിട്ട് അതിൻ്റെ തൊലി ഇങ്ങനെ ഒരുതരം കളറ് മാറിയിരിക്കുന്നു. അവിടെ രക്തമയമില്ല, കടിയും ചൊറിച്ചിലും ഉണ്ട് താനും. അങ്ങനെ ഒരു മുഴയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയം ഈശോ കാണിച്ചതനുസരിച്ച് വൈവാഹികമായ തടസ്സങ്ങളാണ്. വൈവാഹികമായ തടസ്സം പ്രാർത്ഥിച്ചാൽ അതിൻ്റെ കൂടെ കുഞ്ഞുങ്ങളുടെ തടസ്സമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങളുടെ തടസ്സത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതിൻ്റെ കൂടെ കുടുംബം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 3 കാര്യം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്തൊക്കെയാണ്? വൈവാഹിക തടസ്സം, കുഞ്ഞുങ്ങളില്ലാത്തവർ, വീടില്ലാത്തവർ, അച്ഛനോട് ചേർന്ന് വിശ്വാസം പ്രാർത്ഥിക്കുക. കർത്താവ് ഇതൊക്കെ നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളെ മഹത്വപ്പെടുത്തും. കർത്താവായ ദൈവമേ, ഈ സമൂഹത്തിലെ വിവാഹ തടസ്സമുള്ളവരെ, ഈ ശുശ്രൂഷയിലെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെ, വിവാഹ തടസ്സമുള്ളവരെ, മക്കൾ ഇല്ലാത്തവരെ, വീടില്ലാത്തവരെ, കുടുംബമില്ലാത്തവരെ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മില് അകന്ന് താമസിക്കുന്ന കാരണം കുടുംബമില്ലാത്തവരെ കർത്താവിന്റെ വിശുദ്ധ രക്തത്താൽ അവർ ഐക്യപ്പെടുത്തണമേ. വിവാഹ തടസ്സങ്ങള്, മക്കളില്ലാത്ത അവസ്ഥകള്, വീടില്ലാത്ത അവസ്ഥകള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ഹല്ലേലൂയ. ഇരുകരത്താൽ താങ്ങി എന്നെ ഇരുരക്തത്താൽ കഴുകണമേ. ഇരുകരത്താൽ താങ്ങി എന്നെ ഇരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. ജോലി ഇല്ലാത്തവരെ, സാമ്പത്തിക കടത്തിൽ വേദനിക്കുന്നവരെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. ജോലിയില്ലാത്തവർ, പിന്നെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതുവരെ അഡ്മിഷൻ കാർഡ് വരാത്തവരുണ്ട്, ഓപ്ഷൻ പറ്റുമ്പോൾ തെറ്റിപ്പോയവരുണ്ട്, എനിക്ക് പഠിച്ച് പൂർത്തിയാക്കാൻ പറ്റുമോ എന്നറിയാതെ വേവലാതിപ്പെടുന്നവരുണ്ട്, സ്പോട്ട് അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, ഒരു കൊല്ലം പോയല്ലോ എന്നോർത്ത് വേദനിക്കുന്നവരുണ്ട്, നൈപുണ്യ പരീക്ഷ പോലുള്ള പരീക്ഷകൾ എഴുതിയിട്ട് വേണ്ടത്ര മൊഡ്യൂൾസിനെ സ്കോർ ചെയ്യാത്തവരുണ്ട്. IELTS ആയാലും ഹാദ് ആയാലും MOS ആയാലും അങ്ങനെയുള്ള വിഷയങ്ങൾക്കെല്ലാം റീഡിങ്ങിനോ റൈറ്റിങ്ങിനോ ഹിയറിങ്ങിനോ ഒക്കെ നഷ്ടപ്പെട്ട് മാർക്ക് കുറഞ്ഞു പോയവരുണ്ട്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിച്ച് അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കുന്ന സമയമാണ്, ആശ്വസിപ്പിക്കുന്ന സമയമാണ്. കർത്താവിന് കൃപ അനുഗ്രഹമായി ജ്വലിക്കുന്ന സമയമാണ്. സ്തുതിയുടെ ഹല്ലേലൂയ. മക്കളെ സ്പർശിക്കുന്ന കർത്താവ്, നൈപുണ്യ പരീക്ഷകൾ, ജോലി ഇല്ലാത്തവർ, വരുമാന മാർഗമില്ലാത്തവർ, സാമ്പത്തികം തകർന്നു പോയവർ, യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ ഈ നിമിഷം കർത്താവിന് കൃപ ചേരിട്ട്, ഈ നിമിഷം കർത്താവിന് കൃപ ചേരിട്ട്, ഈ നിമിഷം കർത്താവിന് കൃപ ചേരിട്ട്. നൈപുണ്യ പരീക്ഷകൾ, ഈശോയെ അഡ്മിഷൻ കിട്ടാത്തവര്, ജോലി ഇല്ലാത്തവര്, കടമുള്ളവര്, ഈശോയുടെ നാമത്തിൽ, യേശു നാമത്തിൽ ദൈവികമായ ശക്തിയാൽ ആശ്വാസം പ്രാപിക്കട്ടെ, സാക്ഷ്യപ്പെടാൻ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ.
വീശണമേ. വിടുതലിന്റെ ആത്മാവേ സ്തുതിയുടെ ഹല്ലേലൂയ. വിടുതലിൻ ആത്മാവേ നിറയണമേ. അതിൽ അഭിഷേകമായി പടരണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ. ഒരുമിച്ച് പാടും എല്ലാവരും സന്തോഷത്തോടെ. അതിൽ അഭിഷേകമായി പടരണമേ. പാപമെല്ലാം ചാമ്പലാക്കണമേ. കൃപയാൽ ജ്വലിപ്പിക്കണേ. പാപമെല്ലാം ചാമ്പലാക്കണമേ. കൃപയാൽ ജ്വലിപ്പിക്കണേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ. ഈ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ. ഈ കാറ്റായി വീശണമേ. Praise the Lord. Praise the Lord. നേരത്തെ വസ്തു എടുക്കുക. നേർച്ച വസ്തുക്കൾ എടുക്കുക. പ്രിയ സഹോദരങ്ങളെ, നേർച്ച വസ്തു എന്ന് പറയണത് കൃപാസനത്തിൻ്റെ പ്രധാനപ്പെട്ട നേർച്ച വസ്തു കൃപാസനത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തന പത്രികയാണ്. കൃപാസനത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ ഈശോ ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ സുവിശേഷ ദൈവാനുഗ്രഹങ്ങളാണ് പത്രത്തിലെ ഉള്ളടക്കം. പിന്നെ അച്ഛനിൽ ഈശോ വെളിപ്പെടുത്തുന്ന ദൈവവചനങ്ങൾ, ഇന്ന് കിട്ടിയ പോലെയുള്ള ദൈവവചനങ്ങൾ, അതാണ് പത്രാധിപകൃപയുടെ വരുന്നത്. ഇപ്പം ദൈവത്തിൻ്റെ വാക്കും ദൈവത്തിൻ്റെ പ്രവൃത്തിയുമാണ് പത്രത്തിലുള്ളത്. അത് വെഞ്ചരിക്കുമ്പോൾ അതിനേക്കാൾ ശക്തി കൂടുന്നത് കൊണ്ടാണ് പത്രം വഴി അനേക അത്ഭുതങ്ങൾ നടക്കുന്നതായിട്ട് ആൾക്കാർ സാക്ഷ്യപ്പെടുത്തുന്നത്. പത്രം വാങ്ങിക്കുക എന്ന് പറയുന്നത് കൃപാസനത്തിൻ്റെ ഉടമ്പടിയുടെ നേർച്ച പ്രകാരം 50 പത്രമാണ് ഒരു ആൾ ഒരു മാസം വാങ്ങിച്ചിട്ട് സ്വന്തമായിട്ട് രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കണം. വാങ്ങിച്ചാൽ മാത്രം പോരാ. കർത്താവേ, ഇത് വായിക്കുന്നവരെ, ഇത് സ്പർശിക്കുന്നവരെ നിന്നെ കണ്ടെത്താൻ ഇടയാക്കണമേ. നിൻ്റെ സാന്ത്വനം അവർക്ക് ലഭിക്കാൻ ഇടയാക്കണമേ. നിൻ്റെ ആശ്വാസം അവർക്ക് ലഭിക്കാൻ ഇടയാക്കണമേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കണം. അപ്പോൾ നീ കർത്താവിൻ്റെ ദൂതയാകും, കർത്താവിൻ്റെ ദൂതനാകും. എന്താ? നീ കർത്താവിനെയാണ് ലോകത്തിന് കൊടുക്കുന്നത്. പത്രത്തിൽ സിനിമാക്കാര്യം കഥയൊന്നുമില്ലല്ലോ. നമ്മുടെ പത്രത്തിൽ സാംസ്കാരിക സമൂഹ കൃപാസനത്തിലുള്ള മിഷൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ, വേറെ ഒന്നും കാണത്തില്ല. ബാക്കി എല്ലാ പേജുകളും കർത്താവിൻ്റെ വാക്കും പ്രവൃത്തിയുമായിരിക്കും. അപ്പം അത് കൊടുക്കുമ്പോൾ അതിലൂടെ കർത്താവിൻ്റെ വാക്ക് കേട്ട് കർത്താവിൻ്റെ പ്രവൃത്തി കാണാൻ വേണ്ടി അനേക ആയിരങ്ങൾ ആത്മാക്കൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഈശ്വരൻ വിശ്വസിക്കുന്ന ഒറ്റ കാര്യം കൊണ്ട് അവനും രക്ഷപ്പെടും, അവൻ്റെ ആത്മാവൻ രക്ഷപ്പെടും, നമ്മളും രക്ഷപ്പെടും കർത്താവിൻ്റെ കൃപയിലെ. അപ്പോൾ ഏറ്റവും വലിയ പ്രവർത്തനമാണ്. അപ്പം അതിനൊക്കെ ചീട്ടുണ്ട്. അത് വ്യത്യസ്തമായ ജൂൺ മാസം വായിക്കണതിന് ചീട്ട്, ജൂലൈ മാസം ചീട്ടൊക്കെ ഉണ്ട്. അത് ഉടമ്പടിയുടെ കൂടെ എപ്പോഴും സൂക്ഷിക്കണം നമ്മൾ. ഇപ്പോഴ് ബഹുമാനപ്പെട്ട പ്രേക്ഷിതർക്ക് പത്രം കൊടുത്തുകൊണ്ടിരിക്കാവുന്നതാണ്, ഗ്രൂപ്പുകളിൽ പത്രം കൊടുത്തുകൊണ്ടിരിക്കാവുന്നതാണ്. നിങ്ങൾ പത്രത്തെ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചുള്ള അച്ഛൻ്റെ പ്രസ്താവനകൾ, വചനങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കാര്യം പ്രേക്ഷിത പ്രവർത്തനം ചെയ്താണ്. ഞാൻ ഇത് കണ്ടില്ലേ, എൻ്റെ ഉടുപ്പ് തന്നെ ഈ കളറാണ്. എന്താ കാര്യം? കുഞ്ഞുനാളെ മുതൽ മിഷണറിയാകാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ്, അല്ല വേറെ ഒരു കാര്യം ഇതിനില്ല. അച്ഛനായപ്പോൾ പുതിയതായിട്ട് പറഞ്ഞ അച്ഛനായപ്പോൾ തന്നെ ഉടുപ്പ് മാറ്റി, കളർ മാറ്റി. എന്താ മിഷൻ കളർ ഇട്ടതാണ്, അല്ല ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ധ്യാനം കൂടി ഉണ്ടായ സംഭവമില്ല. കുഞ്ഞുനാൾ മുതലുള്ള ചിന്തയാണ് മിഷണറി ആകണമെന്ന്. മിഷണറി അകലങ്ങളിൽ പോയി പ്രവർത്തിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് കർത്താവ് ഒരിക്കലും പുതിയ സംവിധാനം ജോലി ചെയ്യാൻ ഇടം തന്നു. അവിടെ എന്താ ചെയ്യേണ്ടത്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. അതുകൊണ്ടല്ലേ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ എനിക്കെന്താ യോഗ്യത? അതെന്തുകൊണ്ടാണ്? നമ്മളെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ആളാണെന്ന്, ജീവിക്കണ ദൈവത്തെ വിശ്വസിക്കുന്ന ആളായതുകൊണ്ടാണ് ജീവിക്കണ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവവേദ്യമാകണത്. ആ എല്ലാവർക്കും അത് അനുഭവവേദ്യമാകാൻ വേണ്ടിയാണ്
പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ ചെയ്ത പോലെ ഉളംബാര വരെ വേണ്ട കൊടുത്തിട്ട് പത്രം എന്തിനാണ്? അപ്പോൾ ഞാൻ ചേച്ചി ഭ്രാന്തന്മാർ വായിക്കുക. അപ്പോൾ അവർ പറയണത് ഭ്രാന്തന്മാർ ഇതുമേ പിടിക്കുമല്ല അച്ഛാ, അത് മതിയെന്ന്. ഞാൻ വിശ്വസിക്കണത് ഈ സാധാരണ മനുഷ്യരുടെ വിശ്വാസത്തിലാണ്. കാര്യം നിഷ്കളങ്കമായ ആത്മാർത്ഥമായ വിശ്വാസം. തലക്കനമുള്ള ആൾക്കാരുടെ സൈദ്ധാന്തിക അക്കാഡമിക് ഫെയ്ത്ത് അല്ല. ദൈവത്തെ തൊട്ടറിഞ്ഞ് എൻ്റെ അപ്പനെപ്പോലുള്ള ആൾക്കാരുണ്ട്. ഞങ്ങൾ കർത്താവിനൊക്കെ പഠിച്ച അവരിൽ നിന്നാണ്, അല്ലാതെ സെമിനാരിന്നൊന്നുമല്ല. കർത്താവിനെ പഠിച്ച അപ്പൻ്റെയൊക്കെ എന്നാണ് പഠിച്ചത്. അപ്പൻ്റെ വിശ്വാസം 15 കൊല്ലം കണ്ടു വളരാനുള്ള അന്ന് മുതൽ ഒരു മിഷണറി ആകണമെന്ന് തോന്നിയതാണ്. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം നിങ്ങളിപ്പോൾ മിഷണറി ആകാൻ പോവുകയും ഇത് പ്രാർത്ഥിച്ച് കൊടുക്കണം. രാത്രി നിന്ന് കൊന്തയിലണം. അത് വെറുതെ കൊടുക്കരുത്. അച്ഛൻ ഇത് പത്രം മേടിച്ചില്ല പോയി, ഇനിയിപ്പോൾ ഇത് കൊടുത്താൽ മതി, ഇനിയിപ്പോൾ എല്ലാം ആകുമെന്നൊക്കെ ഇങ്ങനെ പിശാചിരുന്നുകൊണ്ട് ആങ്ങളമാരുടെ ഭർത്താവുമാരും എന്തെങ്കിലും പിച്ചും പേയും പൊട്ടും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊക്കെ പിച്ചും പേയോടെ കരുതണം. നീ പ്രാർത്ഥിച്ചിട്ട് കർത്താവേ നിൻ്റെ വിശുദ്ധ രക്തത്തിൻ്റെ മറുപടി പറയാൻ വേണ്ടി പിശാചിനെതിരെ യുദ്ധമാണിത്. ആത്മാക്കൾ വീണ്ടെടുക്കപ്പെടണം, നിന്നെ അറിയണം, അറിഞ്ഞവരാഴപ്പെടണം എന്നും പറഞ്ഞുകൊണ്ട് ആണ് നീ കൊടുക്കേണ്ടത്. അങ്ങനെയാണ് നീ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യേണ്ടത്. ലോകത്തെ ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന സ്ഥലമാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ നേർച്ചയാണ് ലോകത്ത്. അതാണ് നീ ഇത് ചെയ്തു കഴിഞ്ഞാൽ നീയും രക്ഷപ്പെടും, കർത്താവിനെ 10 മനുഷ്യർ അറിയുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ വേണം ഇത് ചെയ്യാൻ, ആത്മാർത്ഥതയോടെ ചെയ്യാൻ. എന്തെല്ലാം പേട്ട് കാര്യത്തിന് നമ്മുടെ കാശും അധ്വാനം പോയിരിക്കണം. ഇതെന്ന് പറയണത് ഒന്ന് വെച്ചാൽ നിനക്ക് 10ൻ്റെ അനുഗ്രഹം കിട്ടണ അനുഗ്രഹം. എന്താണ്? കർത്താവിനെ അറിയാൻ പറ്റും. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, പത്രം വായിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്ത് അവരുടെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ അപ്പോസ്തലന്മാർക്കുണ്ടായ അതേ കറയില്ലാത്ത വിശ്വാസത്താൽ സുവിശേഷ ചൈതന്യത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. എന്റെ പ്രേക്ഷിത പ്രവർത്തനം കണ്ടുകൊണ്ട് അങ്ങ് മഹത്വപ്പെടണമേ. മഹത്വപ്പെട്ട് ഞാനിന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും രോഗങ്ങൾക്കും നിന്നെ സാക്ഷ്യപ്പെടുത്താൻ എന്നെ കർത്താവിന്റെ സുവിശേഷത്തിന്റെ സാക്ഷിയാക്കണമേ. ഹല്ലേലൂയ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. നേർച്ച ഉയർത്തി പിടിക്കട്ടെ. വിശ്വാസപൂർവ്വം ചൊല്ലട്ടെ. Lord Jesus Christ, pour out His Spirit, touch with the fire finger, soak with the precious blood. Let the adversary's power divide regions. Satan's attacks and machinations be dispelled unto and far from you. Let me bless him, bringing health in body and peace and harmony in the family. And with the authority of the Catholic Church, with the power of Jesus Christ, with the medicine of the Holy Priesthood, I bless and hallow these relics. നിങ്ങൾ കർത്താവ് തൊട്ടു, അമ്മ കൂടെ വന്നു, ആ ഒരു വിശ്വാസത്തിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കൈകൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും കൈകൾ ഉയർത്തിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ആരാധന